ഹായ് ഫ്രണ്ട്സ്, മഴതോരം മുമ്പേ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പീഡന വാർത്ത എല്ലാം സ്പ്രെഡ് ആയതോടുകൂടി തന്നെ ബാലചന്ദ്രനും അതുപോലെ തന്നെ വൈജയും തകർന്നിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ആകെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വൈജയ്ക്ക്. വൈജ കമലയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി കാര്യങ്ങള്, ഹരിയെ രക്ഷിക്കാൻ നിങ്ങൾ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. നമ്മുടെ മക്കളെ നമുക്ക് പുറത്തിറക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും എനിക്കറിയില്ല വൈജെ, ഇവിടെ നാട്ടുകാർ കാരണം പുറത്തിറങ്ങാൻ പോലും വയ്യാത്തൊരവസ്ഥയാ. നാട്ടുകാർ മൊത്തം ഇളകിയിരിക്കുവാന്നേ. വീടിന് നേരെ അവരുടെ ആക്രമണങ്ങളെല്ലാം കൈ കിട്ടുന്നതൊക്കെ എടുത്ത് വലിച്ചെറിയുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഗേറ്റ് തല്ലിപ്പൊളിക്കാനുള്ള ശ്രമവും നടന്നു. അല്ല, അവിടെയും അത് തന്നെയല്ലേ അവസ്ഥ എന്നിങ്ങനെ നമ്മുടെ കമല ചോദിക്കാട്ടോ വൈജയോട്. അപ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, അതേ കമലേട്ടത്തി, സുലോചന വന്നപ്പോൾ പറഞ്ഞു നാട്ടുകാരെല്ലാരും കൂടെ ഗേറ്റ് തല്ലിപ്പൊളിക്കാൻ നോക്കിയെന്നും വീടിന്റെ മുന്നിലേക്ക് ഓരോന്ന് വലിച്ചെറിഞ്ഞുകൊണ്ട് ചീത്ത പറയുകയും അതുപോലെ കല്ലെറിഞ്ഞ് ജനൽ ചില്ലുകളെല്ലാം പൊട്ടിച്ചെന്നൊക്കെയാണ് പറഞ്ഞത്. എല്ലാം അടിച്ച് നശിപ്പിച്ച് തകർത്ത് കളഞ്ഞു. എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ വൈജ സങ്കടത്തോടെ തന്നെ ചോദിക്കുകയാണ് കമലയോട്. എന്നിട്ട് വൈജ പറയുന്നുണ്ട്, ഞാനല്ലേ ശരിക്കും ഇവിടെ ഒറ്റപ്പെട്ടു പോയത്. കമലേട്ടത്തിക്കാണെങ്കിൽ കൂടെ മനുവെങ്കിലും അടുത്തുണ്ടല്ലോ, പിന്നെ ശിവേട്ടനും എത്രയും പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും. എന്നാൽ എൻ്റെ കാര്യം അങ്ങനെയാണോ? ഞാൻ ഈ റൂമിനകത്ത് തളയ്ക്കപ്പെട്ടതുപോലെ ആയില്ലേ കമലേട്ടത്തി, എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഉടനെ എന്നെ കമല പറയുന്നുണ്ട്, അതെന്തിനാ വൈജി നീ അങ്ങനെ പറയുന്നേ? എല്ലാം തികഞ്ഞു ഒരുത്തി അവിടെ ഉണ്ടല്ലോ, ആ അലീന. അവളെയാണല്ലോ നിന്റെ ഭർത്താവിനും നിന്റെ വീട്ടുകാർക്കും ഒക്കെ ഇഷ്ടം. ഇവിടെ ഒട്ടും മോശമല്ല, ശിവേട്ടനും ഇപ്പൊ അവള് തന്നെയാ വലുത്. അവളുള്ളതാ എല്ലാവർക്കും ഒരു ധൈര്യം എന്നാ പറയുന്നത്. അവൾ ഈ ആണുങ്ങൾക്കെല്ലാം എന്ത് കൈവശം കൊടുത്ത് മയക്കി വെച്ചിരിക്കുക എന്നുള്ളത് അറിയില്ലല്ലോ വൈജയ് എന്നിങ്ങനെ കമല പറയാട്ടോ. വൈജ പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആകട്ടെ കമലേട്ടത്തി, നമ്മുടെ വിഷയം ഇപ്പൊ അതല്ലല്ലോ. നമ്മുടെ മക്കളെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണ്ടേ, പുറത്തിറക്കാനുള്ള ഒരു മാർഗവും ഞാൻ നോക്കിയിട്ട് നടക്കുന്നില്ല എന്നൊക്കെ തന്നെ പറയുക. കമല പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ വൈജയ്, ഇവിടെ ഒരുത്തനുണ്ട്, അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അവൻ ഈ വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങുന്നില്ല, അവന്മാരുടെ കാര്യം ഒന്നും അന്വേഷിക്കുക പോലും ചെയ്യുന്നില്ല. പോലീസ് സ്റ്റേഷനിലോട്ട് പോലും ഇതുവരെ ഒന്നും പോയി അവൻ അന്വേഷിച്ചിട്ടില്ല എന്നൊക്കെ തന്നെ പറയുക. ഇപ്പൊ ശിവേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്, കുറച്ച് നേരം ആയതേ ഉള്ളൂ വന്നിട്ട്. ശിവേട്ടൻ ഇനി വക്കീൽ ഓഫീസിലൊക്കെ പോയി വക്കീലൊക്കെ ആയിട്ട് സംസാരിച്ച് എന്തെങ്കിലും നടപടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. ഉടനെ വൈജ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നമ്മുടെ മക്കളെ പുറത്തിറക്കണം കമലേട്ടത്തി. ബാലചന്ദ്രൻ പുറത്തുണ്ടായിരുന്നെങ്കിൽ അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. ഇതിപ്പോ അയാളും ഹോസ്പിറ്റലിലല്ലേ, പിന്നെ എല്ലാത്തിനും ഓടി നടക്കാൻ ആ ഗോവർദ്ധൻ മാത്രമേ ഉള്ളൂ. ഗോവർദ്ധൻ മാത്രം വിചാരിച്ചാലും ഈ കാര്യങ്ങളൊന്നും ഒതുക്കി തീർക്കാൻ കഴിയില്ലല്ലോ. ശിവേട്ടനോ ഗംഗേട്ടനോ അല്ലെങ്കിൽ രാജീവനോ അതും അല്ലെങ്കിൽ ബാലചന്ദ്രനോ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പോലീസുകാരുടെ ഇടി കൊണ്ട് നമ്മുടെ മക്കൾ ഇഞ്ച പരുവാകും കമലേട്ടത്തി. ഇപ്പൊ തന്നെ പോലീസുകാർ അവന്മാരെ ഇടിച്ച് നശിപ്പിച്ചിട്ടിരിക്കാന്നൊക്കെ പറയുന്ന കേട്ടെ. ഇനി പോലീസുകാരുടെ ഇടി കൊണ്ട് അവന്മാരെ പിന്നെ എന്തിനു കൊള്ളാം കമലേട്ടത്തി? എന്തെങ്കിലും ഒന്നും ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ വൈജ വല്ലാത്ത വിഷമത്തോടു കൂടി തന്നെ പറയുകയാണ് കമലയോട്. കമല പറയുന്നുണ്ട്, ശിവേട്ടൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നല്ലേ ഉള്ളൂ, എന്തെങ്കിലും ഒരു മാർഗം ശിവേട്ടൻ നോക്കുമായിരിക്കും. ഞാൻ എന്നാ നിന്നെ പിന്നെ വിളിക്കാൻ വൈജയെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ കമല ഫോൺ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് കമല മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ഹരിയെ ആദ്യം പുറത്തിറക്കാനുള്ള മാർഗ്ഗമാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ ഹരിയെ കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ ഒരു ചതിയിൽ പെടുത്തിയത് രോഹിത്തല്ലേ, അവൻ്റെ ഹരി എന്തിനാ ഞാൻ നോക്കുന്നത്? അവനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ബാലചന്ദ്രനോ അല്ലെങ്കിൽ അലീനയോ പോയി രക്ഷിക്കട്ടെ, ഞങ്ങൾ എന്തിനാ അത് നോക്കുന്നതെന്നൊക്കെ തന്നെയാണ് നമ്മുടെ കമല മനസ്സിൽ വിചാരിക്കുന്നതും. എന്തായാലും വൈജ ആ കോൾ കട്ട് ചെയ്തതിന് ശേഷം ഇരുന്ന് കരയുകയാണ്. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് കരയുകയാണ്. അങ്ങനെ ശിവൻ വന്നതിന് ശേഷവും കമലയും മനുവായിട്ടൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. കമല പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് തന്നെ മനുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിന്റെ പിടിപ്പുകേട് കൊണ്ടല്ലേ, നിന്റെ നോട്ടക്കുറവ് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ള രീതിയിൽ ശിവൻ കമലയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നുമല്ല, രോഹിത്താണ് നമ്മുടെ മോനെ വഴിപിഴപ്പിച്ചത്. രോഹിത്താണ് ഇതുപോലെ ഒരു ചതിക്കുഴിയിൽ നമ്മുടെ മോനെ കൊണ്ട് എത്തിച്ചത്. എല്ലാത്തിനും കാരണം അലീനയാണ്. ആ അലീനനാശം എന്ന് നമ്മുടെ വീടുകളിൽ കയറിയോ അന്ന് മുതൽ നമ്മുടെ മക്കളൊക്കെ വഴിപിഴച്ച് പോകാൻ തുടങ്ങി എന്നൊക്കെ തന്നെ പറയുകയാണ് കമല. ഇത് കേൾക്കുന്ന മനുവിന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. മനു ഉടനെ തന്നെ അന്നത്തെ ആ പത്രവാർത്ത എടുത്ത് ശിവന്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. അമ്മ പറയുന്ന പൊട്ടത്തരങ്ങളൊന്നും അച്ഛൻ കേൾക്കാൻ നിൽക്കരുത്. കാര്യത്തിന് സീരിയസ്നെസ് അറിയണമെന്നുണ്ടെങ്കിൽ അച്ഛൻ ഈ പത്രവാർത്ത തന്നെ വായിച്ചു നോക്ക്. അപ്പം അച്ഛന് കാര്യങ്ങളെല്ലാം മനസ്സിലാകും. ആരുടെ ഭാഗത്ത് തെറ്റെന്നുള്ളത് അച്ഛന് മനസ്സിലാവും എന്നൊക്കെ തന്നെ പറയുകയാണ് മനു. എന്നിട്ട് ശിവൻ കമലയെ ഒന്ന് നോക്കി ദഹിപ്പിച്ചിട്ട് തന്നെ ആ പത്രത്തിലെ ന്യൂസ് മുഴുവൻ വായിക്കുകയാണ്. അതിൽ വ്യക്തമായിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഹരിയാണ് ആ പെൺകുട്ടിയുമായിട്ട് സ്നേഹത്തിലായിരുന്നു എന്നും ഹരി തന്നെയാണ് കൂട്ടുകാരൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയെന്നും മയക്കുമരുന്ന് കലക്കി കൊടുത്ത് അതിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും കൂട്ടുകാർക്കും കാഴ്ചവെച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തന്നെയുമല്ല, ഈ പ്രതികളെല്ലാം നേരത്തെ തന്നെ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിരുന്നു എന്നും ഇതിനു മുമ്പും വീട്ടിലെ വേലക്കാരിയോട് അതായത് അലീനയോട് മോശമായ രീതിയിൽ പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ട്. അവൾക്ക് ഇതുപോലെ മയക്കുമരുന്ന് ജ്യൂസിൽ കലർത്തി കുടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. അവളെ റേപ്പ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ശിവൻ വായിക്കാം കേട്ടോ. പത്രം വായിച്ച് കഴിയുമ്പോഴേക്കും തന്നെ ശിവന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് കമലയോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയായിട്ട് നീ പറഞ്ഞത്? നിന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നല്ലേ നീ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നിട്ട് ഇത് മുഴുവൻ ചെയ്തിരിക്കുന്ന അവൻ തന്നെയാണല്ലോ. ഈ വീടിനകത്ത് നീ ഉണ്ടായിട്ടും നിന്റെ മോൻ ഇതൊക്കെയാ ചെയ്തെന്നുള്ളത് നിനക്ക് അറിയത്തില്ലായിരുന്നോടി?
മയക്കുമരുന്നും പെണ്ണുപിടിയും ഇനി പുറത്തിറങ്ങണ്ട. ആൾക്കാരുടെ മുഖത്തൊക്കെ ഇനി എങ്ങനെ നോക്കും, ഇനി എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശിവൻ ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രന്റെ കാര്യങ്ങളും എല്ലാം തന്നെ ഇതിനോടകം ശിവൻ അറിഞ്ഞിട്ടുണ്ടല്ലോ. അതായത് മൈനർ അറ്റാക്ക് വന്ന ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനു നേരത്തെ ഫോണിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ശിവൻ ഇങ്ങനെ ഓർക്കാട്ടോ. ഇനിയിപ്പോൾ ആരെ ഒന്ന് സ്വാധീനിക്കും, ആരോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും, എങ്ങനെ ഇതിനൊരു പോംവഴി കണ്ടെത്തും, ഇവരെ ഇറക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ ശിവൻ. എന്നിട്ട് ശിവൻ മനുവിനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഗംഗേട്ടനെ ഒന്ന് വിളിച്ചാലോ എന്ന്. അപ്പോൾ മനു സമ്മതിക്കുന്നില്ല കേട്ടോ. ഗംഗേട്ടൻ ഈ വിവരങ്ങൾ ഒന്നും തന്നെ അറിയിക്കേണ്ടെന്ന് തന്നെയാണ് മനു പറയുന്നത്. ഇതിലും വലിയൊരു നാണക്കേട് ഇനി വരാനില്ല. ഈ വാർത്ത എങ്ങനെ അച്ഛൻ വലിയച്ഛനെ വിളിച്ച് അറിയിക്കും, ഇതെങ്ങനെ നമ്മൾ പറയും എന്ന് തന്നെ ചോദിക്കുകയാണ് മനു. ഞാൻ എന്നാൽ രാജീവിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ശിവൻ രാജീവിനെ വിളിക്കുകയാണ്. രാജീവിൻ്റെ അടുത്തും ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുക കേട്ടോ. കാരണം നേരത്തെ തന്നെ രാജീവ് ഈ വാർത്തകളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു വാർത്ത ആയതുകൊണ്ട് തന്നെ മനഃപൂർവ്വം കൊണ്ട് തലയിടണ്ട എന്ന് ഓർത്തിട്ടാണ് രാജീവ് ഇത്ര നേരമായിട്ട് വിളിച്ച് അന്വേഷിക്കാതിരുന്നതും. എന്തായാലും ശിവേട്ടൻ വിളിച്ചപ്പോഴേക്കും രാജീവ് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ. രോഹത്തിനെ ഹരിയെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളും അതുപോലെ അലീനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത കാര്യങ്ങളും അവളെ ചോദ്യം ചെയ്തതും ഇവർക്കെതിരെ ഒരു പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞതും പിന്നെ ഡിവൈഎസ്പി നേരിട്ട് വന്ന് ഇടപെട്ടുകൊണ്ടാണ് അലീനയെ തിരിച്ച് വീട്ടിലെത്തിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ രാജീവിനോട് പറയുകയാണ് ശിവൻ. അലീനയുടെ കാര്യം പറയുമ്പോഴേക്കും ഡിവൈഎസ്പി നേരിട്ട് വന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ രാജീവൻ. അതെ, ഡിവൈഎസ്പി നേരിട്ട് വന്നു. കസ്റ്റഡിയിലെടുത്ത അലീനയെ ചോദ്യം ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചയക്കാൻ ഒരുപാട് ലേറ്റായപ്പോൾ ഡിവൈഎസ്പി അവിടെ നേരിട്ട് വന്ന് അലീനയെ വീട്ടിൽ കൊണ്ടാകാൻ പറയുകയായിരുന്നു എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ മനുവും. അങ്ങനെ രാജീവനും ശിവനും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. അലീന വഴി തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കിയാലോ എന്ന്. കാരണം അലീനയ്ക്ക് വേണ്ടി ഡിവൈഎസ്പി അവിടെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ ഇവരെ സഹായിക്കാനും ഡിവൈഎസ്പി ഇടപെടും എന്നുള്ളൊരു വിചാരണയാണ്. പിന്നെ കുറച്ച് പണം ഉണ്ടല്ലോ, പണം എറിഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് പുറത്തിറക്കാന്നുള്ളൊരു മട്ടിലാണ് അവരും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്തായാലും രാജീവനും ശിവനും കൂടിയിട്ട് മനുവിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം സംസാരിക്കാണ് കേട്ടോ. അലീനയോട് നീ ഒന്ന് സംസാരിക്കണം, അലീനയെ കൊണ്ട് തന്നെ അവരെ ഒന്ന് വിളിപ്പിച്ച് മാമച്ചായനോടും ഗ്രേസമ്മയാൻ്റെയോടും ഒക്കെ ഒന്ന് സംസാരിച്ചതിന് ശേഷം ഡിവൈഎസ്പി ഒന്ന് നേരിട്ട് കണ്ടിട്ടാണെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുത്തിട്ടാണെങ്കിൽ പോലും ഈ കേസിൽ ഒരു വഴിത്തിരിവുണ്ടാക്കാൻ നോക്കാന്നൊക്കെ തന്നെ പറയുകയാണ് രാജീവനും ശിവനും. പക്ഷെ മനു ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല കേട്ടോ. മനു പറയുന്നുണ്ട്, അലീനയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളത് അവർക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് മാമച്ചാനും ഗ്രേസമ്മയാരും ഡിവൈഎസ്പിയെ കാണാൻ പോയതും ഡിവൈഎസ്പിയെ കൊണ്ട് തന്നെ അലീനയെ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചതും ഒക്കെ. പക്ഷേ രോഹിത്തിൻ്റെയും ഹരിയുടെയും കാര്യം അങ്ങനെയാണോ വെച്ചാൽ +2 പഠിക്കുന്ന ഒരു പെൺകൊച്ചിനെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയവരവർ. 1-ാം പ്രതിയും 2-ാം പ്രതിയുമാണ്. അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ അവർ സംസാരിക്കും? അവർ ഈ വക കാര്യങ്ങളിലൊന്നും ഇടപെടുകയില്ല. ഇടപെടുന്ന കൂട്ടരല്ല. അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞാൽ അവരുടെ മുമ്പിൽ ചെല്ലാൻ എനിക്ക് ആകുകയില്ല എന്നൊക്കെ തന്നെ മനു തീർത്ത് പറയുകയാണ്. അപ്പോഴേക്കും കമല പറയുന്നുണ്ട്, കണ്ടു ശിവേട്ടാ, കണ്ടോ, ഇതാ ഇവന്റെ സ്വഭാവം. അലീനയ്ക്ക് വേണ്ടിയിട്ടും എല്ലാം ആയിരുന്നെങ്കിൽ എപ്പോൾ ഇവൻ അവിടെ പോയെന്ന് ചോദിച്ചാൽ മതി. സ്വന്തം ആരെയും ലോക്കപ്പിൽ കിടക്കുന്നു. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അവൻ നേരെ സബ് ജയിലിലേക്ക് പോകും. അങ്ങനെയുള്ളപ്പോൾ പോലും ആ കൂടപ്പുറപ്പിനോടുള്ള ഒരു സ്നേഹം പോലും ഇവന്റെ മനസ്സിലില്ലല്ലോ ശിവേട്ടാ. അവൻ എങ്ങനെയെങ്കിലും ജയിലിൽ പൊക്കോട്ടെ എന്ന് ഇവൻ വിചാരിച്ചിരിക്കുന്നത്. അവനോടൊരു തുള്ളി സ്നേഹം പോലും ഇവനില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെ പറയില്ലായിരുന്നല്ലോ. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവന് പുറത്തിറക്കാനുള്ള വഴിയല്ലേ നോക്കുള്ളായിരുന്നു എന്നൊക്കെ തന്നെ കമല പറയുക കേട്ടോ. അപ്പോഴേക്കും മനു പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള പെണ്ണുപിടിയന്മാർക്കൊക്കെ വേണ്ടിയിട്ട് റെക്കമെൻഡേഷനായിട്ട് അവിടെ പോകാനാണ് അമ്മ പറയുന്നത്. എനിക്കതിനാവില്ല, ഞാൻ അവിടെ പോകത്തുമില്ല. ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി നാണം കെടാൻ എനിക്ക് പറ്റത്തില്ല. അവരൊക്കെ അത്രയും ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ മുമ്പിൽ ചെന്ന് ഇതുപോലൊരു കാര്യം സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ തന്നെ മനു തീർത്ത് പറയുന്നുണ്ട്. എന്നിട്ട് രാജീവൻ തന്നെ മനുവിനോട് സംസാരിക്കുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ആ വഴി ഒരു ശ്രമം നടത്തി നോക്കാം. നടന്നു കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. ഡിവൈഎസ്പി നേരിട്ട് വന്നവർ ഇടപെടൽ നടത്തുമ്പം എന്തെങ്കിലും കേസിന് ഒരു വഴിത്തിരിവുണ്ടായാലോ, എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തിട്ടാണെങ്കിലും ഈ കേസ് ഒതുക്കി തീർക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കാമെന്നൊക്കെ തന്നെ രാജീവൻ പറയുന്നുണ്ട് മനുവിൻ്റെ അടുത്ത്. അപ്പോൾ മനു പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും അയക്കൂ, എന്നെ ഈ കേസിൽ ഉൾപ്പെടുത്തണ്ട, ഞാൻ ഇതിലൊന്നിലും ഇടപെടില്ല, എനിക്കിതിലൊന്നിലും ഇടപെടാൻ ഒരു താല്പര്യവും ഇല്ല എന്നൊക്കെ തന്നെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് മനു. എന്നാലും അവർ വിട്ടുകൊടുക്കാൻ ഒട്ടും തന്നെ തയ്യാറല്ല കേട്ടോ. ശിവൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവനെ പുറത്തിറക്കേണ്ടത് അത്യാവശ്യമായി പോയില്ലേ, മുന്നിട്ടിറങ്ങാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. എന്തായാലും അലീനയെ ഒന്ന് പോയി കണ്ടു നോക്കാം, അലീനയോടൊന്ന് സംസാരിച്ച് നോക്കാം. അലീനയ്ക്ക് മാത്രമല്ലേ നമ്മൾ ഇനി സഹായിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറൊരു വഴി ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല എന്നൊക്കെ തന്നെ ശിവൻ കമലയോടും അതുപോലെ രാജീവനോടും ഒക്കെ പറയുക കേട്ടോ. എന്നിട്ട് മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മനു നീ ഒന്ന് എൻ്റെ കൂടെ വാ, കടപ്പാട്ടൂർ ഒന്ന് പോയിട്ട് വരാം, അലീനയെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം, അവളുടെ അഭിപ്രായം കൂടെ നോക്കാം, അവൾ വഴി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ അവൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴി എന്തെങ്കിലും നോക്കാമെന്ന് പറയുകയാണ്. എന്തായാലും മനു ഒട്ടും മനസ്സോടെ തന്നെയാണ് കടപ്പാട്ടൂർ പോകുന്നതും. അവിടെ ചെല്ലുമ്പോഴേക്കും തന്നെ അലീനയും കൃഷ്ണമോളും പകുതി അവിടെ ഉണ്ട്. ജനലുകളും ചെടിച്ചട്ടിയും അതുപോലെ മുറ്റം നിറച്ച് വിറകും കമ്പും ചൂലും എല്ലാം വലിച്ചെറിഞ്ഞിരിക്കുന്നതൊക്കെ കാണുകയാണ് അവരെല്ലാവരും. വീടിന് നേരെയും അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാവുകയാണ്. എന്തായാലും നേരെ കയറി ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ ശിവനും മനുവും ഒക്കെ കൂട്ടിയിട്ട്. അലീനയോടും ശിവൻ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ് കേട്ടോ, ഹോസ്പിറ്റലിലെ കാര്യങ്ങളും എല്ലാം തന്നെ. അപ്പോൾ ബാലചന്ദ്രൻ്റെ അടുത്ത് ഞാൻ ഇതുവരെ പോയില്ല,
എന്തായാലും മോളെ വന്ന് കണ്ട് സംസാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് ഓർത്താ എന്നിങ്ങനെ പറയുകയാണ് ശിവൻ. എന്നിട്ട് അലീനയോട് കാര്യങ്ങളെല്ലാം നേരിട്ട് തന്നെ സംസാരിക്കുകയാണ് ശിവനും മനുവും കൂടെ. അപ്പോൾ മനു പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും അലീനയോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പം അലീന പറയുന്നുണ്ട്, എന്താ അങ്കിളിന് എന്താ എന്നോട് ചോദിക്കാനുള്ളത്, എന്താണെങ്കിലും ചോദിച്ചോ എന്നിങ്ങനെ പറയുക. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായമാണെങ്കിൽ ഞാൻ ചെയ്യാമെന്നും പറയുന്നുണ്ട് അലീന. അപ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, മോളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നൊക്കെയുള്ളത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. രോഹിത്തിനും ഹരിക്കും എതിരെ ഒരു പരാതി എഴുതി കൊടുക്കണം, അതിനു വേണ്ടിയിട്ടാണ് മോളെ കസ്റ്റഡിയിൽ എടുത്തെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. പിന്നെ മോളെ അന്ന് അവന്മാർ ഉപദ്രവിക്കാൻ ശ്രമിച്ചായിരുന്നല്ലോ, അവരുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാ മോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് കളാം. എന്തായാലും ഇപ്പോൾ അവർ ഇതുപോലൊരു സിറ്റുവേഷനിൽ പെട്ടുപോയില്ലേ, അവരെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഊരി എടുക്കണ്ടേ മോളെ ഇതിൽ നിന്ന്. അതുകൊണ്ടാണ് ഇപ്പം മോളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ഞാൻ വന്നതെന്നൊക്കെ തന്നെ ശിവൻ പറയുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, എന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ നോക്കാമെന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പോഴാണ് ശിവൻ പറയുന്നത്, അന്ന് മോളെ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടാക്കാൻ DYSP തന്നെ നേരിട്ട് വന്നില്ലേ, മോളുടെ കാര്യത്തിൽ DYSP അന്ന് നേരിട്ട് വന്ന് ഇടപെട്ടത് തന്നെ എന്തുകൊണ്ടായിരിക്കാം? മോളും DYSPയും തമ്മിൽ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ നേരത്തെ പരിചയം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല, മാമച്ചാനും ഗ്രസമ്മയാൻ്റെയും ആണ് ഇതിനൊക്കെ പിന്നിൽ, അവരാണ് എന്നെ അന്ന് പുറത്തിറക്കാൻ സഹായിച്ചത്. അവരുടെ ഒരു കസിൻ ഉണ്ട് കുറവിലങ്ങാട്, അപ്പം അവിടെ ചെന്ന് അവരാണ് എനിക്ക് വേണ്ടിയിട്ട് DYSPയുടെ റെക്കമെൻഡേഷൻ ചെയ്തത്, അല്ലാതെ ആരുടെയും റെക്കമെൻഡേഷൻ ഒന്നും സ്വീകരിക്കുന്ന ആളല്ല DYSP. അന്ന് പിന്നെ എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അന്ന് അവിടെ എന്നെ രക്ഷിക്കാനായിട്ട് എത്തിയെന്നൊക്കെ തന്നെ പറയുകയാണ് അലീന. മോളെ, ഈ മാമച്ചായനോടും ഗ്രേസമ്മയോടും ഒക്കെ ഒന്ന് സംസാരിച്ചാൽ അവർ മുഖേന നമുക്ക് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ സാധിച്ചാലോ, നമുക്ക് അവരുടെ അടുത്തൊന്ന് പോയാലോ, അവരുമായിട്ടൊന്ന് സംസാരിച്ചാലോ എന്നൊക്കെ ചോദിക്കുകയാണ് ശിവൻ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അങ്കിളെ, അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ളവരൊന്നും അല്ല, അവർ ഈ വക കേസുകെട്ടുകളിലൊന്നും ഇടപെടത്തുമില്ല. പിന്നെ അവർ രേവതിക്കുട്ടിയെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് എന്നെയും കാണുന്നത്. ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്താണ് അവരന്ന് എനിക്ക് വേണ്ടി അങ്ങനെ ഒരു സഹായം ചെയ്തത്. പക്ഷേ ഇങ്ങനൊരു കേസായിട്ട് അവരുടെ മുന്നിൽ പോകാൻ എനിക്ക് പറ്റില്ല അങ്കിളെന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ അലീന. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, മോളെ, നിനക്കറിയാമല്ലോ, ഇങ്ങനൊരു സാഹചര്യം ആയി പോയതുകൊണ്ടാണ് നമുക്ക് വേറെ ആരുമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത, കുറച്ച് പണം കൊടുത്ത് ഒതുക്കാൻ പറ്റുന്ന കേസായിരുന്നെങ്കിൽ അങ്ങനെ അങ്ങ് ഒതുക്കാമെന്നെങ്കിലും വെക്കായിരുന്നു. പക്ഷേ ഇതിപ്പം നാട് മൊത്തം അറിയുകയും ചെയ്തില്ലേ, പത്രത്തിൽ വരെ വാർത്തകൾ വന്നില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഇതല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്നൊക്കെ തന്നെ ശിവൻ പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഇല്ലെങ്കിലേ എന്തായാലും ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മാമച്ചായൻ്റെയും ഗ്രേസമ്മയാൻ്റെയും ഒക്കെ മുമ്പിൽ എനിക്ക് പോകാൻ പറ്റില്ല. മനുവേട്ടനെ അറിയാം, അവരുടെ സ്വഭാവം മനുവേട്ടനെ നന്നായിട്ട് അറിയാം. മനുവേട്ടനോടൊന്ന് ചോദിച്ചു നോക്കിയേ, ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ച് അങ്ങോട്ട് പോയാൽ അവരെന്തായാലും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ വെറുതെ അവിടെ വരെ പോയിട്ട് വരുന്ന പോലെ ആകും. അന്ന് തന്നെ DYSPയുടെ മോൾ എന്നോട് സംസാരിച്ചായിരുന്നു. ആരുടെ റെക്കമെൻഡേഷൻ ഒന്നും കേൾക്കാത്ത ആളാണ്, നല്ലൊരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ എന്തൊക്കെ ഓഫർ വെച്ചാലും അതൊന്നും അദ്ദേഹം അംഗീകരിക്കാനോ സ്വീകരിക്കാനോ പോകുന്നില്ല. പകരം ഇത് അതിലും വലിയ പ്രശ്നമാകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് ചിന്തിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ അലീന പറയുന്നുണ്ട്. മോള് ഞങ്ങളുടെ കൂടെ ഒന്ന് വരാമോ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും, അയ്യോ അങ്കിളെ, എനിക്കിപ്പോൾ എങ്ങോട്ടേക്കും വരാൻ കഴിയില്ല. അച്ഛൻ ഹോസ്പിറ്റലല്ലേ, പിന്നെ ഇവിടെ ബബിതയും കൃഷ്ണമോളും തന്നെയല്ലേ ഉള്ളൂ. ഏത് നേരത്ത് വേണമെങ്കിലും ജനങ്ങൾ ഈ വീടിനെ ആക്രമിച്ചാലോ, ഇവർ ഈ വീട്ടിൽ തന്നെ ആക്കിയേച്ച് എനിക്ക് എങ്ങോട്ടേക്കും തന്നെ പോകാൻ കഴിയില്ല. രാവിലെ കുറേ പേര് വന്ന് കല്ലേറൊക്കെ നടത്തി, ജനച്ചിലെല്ലാം പൊട്ടിയിരിക്കുക. ഈ ഒരു അവസ്ഥയിൽ ഇവരെ തന്നെ ആക്കിയേച്ച് എനിക്ക് എങ്ങോട്ടേക്കും വരാൻ കഴിയില്ല എന്നൊക്കെ തന്നെ പറഞ്ഞ് ഒഴിവാക്കി വിടാൻ ശ്രമിക്കുകയാണ് കേട്ടോ അലീന. അങ്ങനെ അതെല്ലാം പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം കൃഷ്ണമോളെയും ബബിതയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം തന്നെ ശിവനും മനുവും നേരെ തിരിച്ച് കൊല്ലപ്പള്ളിയിലേക്ക് തന്നെ വരികയാണ് കേട്ടോ. പോയ കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ലെന്നൊക്കെ ഉള്ളത് കമലയോട് പറയുകയാണ്. അപ്പോൾ കമലയുടെ സ്വഭാവം വെച്ചിട്ട് കമല അപ്പം മുതൽ നമ്മുടെ അലീനയെ പ്രാകാൻ തുടങ്ങി കേട്ടോ. അവളല്ലെങ്കിലും അങ്ങനെയാണ്, അവൾക്ക് ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനമില്ല. അവളുടെ കാര്യങ്ങൾ മാത്രം അവൾ എപ്പോഴും സേഫാക്കി നിർത്തും. അവൾ പഠിച്ച് കള്ളിയാ. എനിക്ക് ഉറപ്പായിരുന്നു അവൾ നിങ്ങളുടെ കൂടെ അങ്ങോട്ടേക്ക് വരികയില്ല എന്നുള്ളത്. അവരുമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോലും അവൾ തയ്യാറാകില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു എന്നൊക്കെ തന്നെ കമല പറയുക. അപ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക കമലെ, ഇവിടെ മനുഷ്യനാകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒരു കുറ്റം പറച്ചിൽ. നീ ഒന്നും മിണ്ടാതിരിക്കുക, മനുഷ്യനെവിടെ ആകെ സമനില തെറ്റിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കമലയോട്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഉള്ളവർക്ക് കുറ്റമാണ്. വേറെ ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല, ഞാൻ എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കുറ്റമാണെന്നൊക്കെ തന്നെ പറയുകയാണ് കമല. എന്നിട്ട് കമല തന്നെ ശിവനോട് പറയുന്നുണ്ട്, ശിവേട്ടാ, ഇപ്പോൾ ഇവന്മാരെല്ലാവരും കൂടെ പീഡിപ്പിച്ചെന്ന് പറയുന്ന ആ പെങ്കൊച്ചുണ്ടല്ലോ, ആ പെങ്കൊച്ച് ഈ അലീനെ പോലെ തന്നെയാ. കാശ് കണ്ടാൽ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാ. നമുക്ക് കുറച്ച് കാശ് ഇറക്കി നോക്കിയാലോ, നമ്മുടെ ഹരിയെ മാത്രം നമുക്ക് രക്ഷപ്പെടുത്തി എടുത്താലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ കമല. നീ എന്താ ഉദ്ദേശിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ ശിവൻ ചോദിക്കുമ്പോഴേക്കും, നമുക്ക് ആ പീഡനത്തിനിരയായ പെൺകുട്ടി ഒന്ന് പോയി കാണാം. ആ പെൺകുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഏതാണ്ട് അഡ്മിറ്റായി കിടക്കുക.
ആ പെങ്കൊച്ചിനെ പോയി ഒന്ന് കണ്ട് അതിൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിച്ച് കുറച്ച് പൈസ നമുക്കങ്ങ് കൊടുത്ത് ഇതങ്ങ് ഒതുക്കി തീർക്കാൻ നോക്കാന്നേ. രോഹിത്തും കൂട്ടുകാരുമാണ് ആ കൊച്ചിനെ പീഡിപ്പിച്ചെന്നാക്കി തീർക്കാം. നമ്മുടെ ഹരിയെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ കമല. അപ്പോഴേക്കും ശിവന് ദേഷ്യം വരികയാണ്. കാരണം എത്രയ്ക്കെന്ന് പറഞ്ഞാലും സ്വന്തം കൂടപ്പുറപ്പറ്റ മകനല്ലേ രോഹിത്ത്, അവനും കൂടി ഈ കേസിൽ പ്രതിയാണല്ലോ. അപ്പോൾ ഹരിയെ മാത്രം രക്ഷപ്പെടുത്തി എടുക്കാം, ബാക്കി തെറ്റെല്ലാം ചെയ്തത് രോഹിത്തും ഫ്രണ്ട്സും ആണെന്നുള്ളത് ആക്കി തീർക്കാം എന്നൊക്കെയാണല്ലോ കമല പറയുന്നത്. ആ കമലയെ വന്ന് പുച്ഛിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ശിവൻ, അതൊക്കെ നിന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഇവിടെ രക്ഷിക്കുകയാണെങ്കിൽ എല്ലാവരെയും രക്ഷിക്കണം, അല്ലെങ്കിൽ ആരെയും രക്ഷിക്കരുത്. ഇവന്മാരൊക്കെ കൂടി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവന്മാരെ ജയിലിൽ കിടന്ന് അനുഭവിക്കേണ്ടതാ. പിന്നെ ഇതൊരു നാണക്കേടായി പോയല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമേ ഇതിലിപ്പോൾ ഇടപെടുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ കാര്യത്തിൽ ഇടപെടുകയില്ലായിരുന്നു എന്നൊക്കെ തന്നെ പറയുകയാണ് ശിവനും. പിന്നെ ആ പെങ്കൊച്ചിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാൻ പോലും പറ്റത്തില്ല. അതിനെ കാണാനോ അതിനോട് സംസാരിക്കാനോ ഒന്നും തന്നെ പറ്റത്തില്ല. കാരണം അവിടെ മൊത്തം പോലീസുകാരാ, അങ്ങോട്ടേക്ക് അവരെ അടുപ്പിക്കത്ത് പോലും ഇല്ല എന്നൊക്കെ തന്നെ ശിവനും പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ തന്നെ നോക്കുകയില്ലായിരുന്നോ. കുറച്ച് പൈസ ഇറക്കിയിട്ടാണെങ്കിലും ഇവരെ ഞാൻ പുറത്ത് കൊണ്ടുവരാൻ നോക്കിയാനെന്നൊക്കെ തന്നെ ശിവനും പറയുന്നുണ്ട്. അങ്ങനെ രാജീവനും ശിവനും ഒക്കെ കൂടെ വീണ്ടും സംസാരിക്കുകയാണ് കേട്ടോ. പൈസ കൊടുത്ത് എങ്ങനെയെങ്കിലും ശരണ്യയുടെ അച്ഛനെയും അമ്മയും ശരണ്യയൊക്കെ സ്വാധീനിക്കാനാണ് ഇവരുടെ ഉദ്ദേശം. അങ്ങനെ ശരണ്യയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ കമല പറഞ്ഞു കൊടുക്കുക കേട്ടോ. അടുത്തുള്ളൊരു കോളനി തന്നെ താമസിക്കുന്ന കുട്ടിയാണ് ശരണ്യ എന്നും 17 വയസ്സായിട്ടുള്ള +2 പഠിക്കുകയാണ്. അതുപോലെ ഹരിയുമായിട്ട് 1 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നൊക്കെയാണ് പറയുന്നത് കേട്ടെ. പിന്നെ അച്ഛനും അമ്മയൊക്കെ പാവങ്ങളാ, കുറച്ച് പൈസ ഇറക്കിയാൽ എന്തായാലും കാര്യം സാധിച്ചു കിട്ടുമെന്നൊക്കെ തന്നെ കമല പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു വഴിക്ക് ആലോചിക്കാം എന്നിങ്ങനെ ശിവനും രാജീവനും കൂടിയിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശരണ്യെ കാണാനായിട്ട് ഇവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നുണ്ട്. അവിടെയും ജനങ്ങൾ ഇവർക്ക് നേരെ അക്രമങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയും ശരണ്യയുടെ ബന്ധുക്കളും സ്വന്തക്കാരും അയൽവക്കക്കാരുമായിട്ടുള്ള ജനങ്ങളെല്ലാം തന്നെ ഇവർക്ക് നേരെ വലിയ പ്രതിഷേധവും അക്രമങ്ങളൊക്കെ നടത്താൻ നോക്കുന്നുണ്ടെങ്കിലും ഇവരതെല്ലാം തരണം ചെയ്ത് പോലീസ് അകമ്പടിയോടെ തന്നെ ശരണ്യെ പോയി കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശരണ്യമായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് കേട്ടോ. ഒരു തെറ്റുപറ്റി പോയതാണ് മോള് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരണ്യയുടെ വീട്ടുകാരോ ഇവരുടെ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറാകുകയില്ലായിരുന്നു. രോഹിത്തിനും ഹരിക്കുമെതിരെ കൊടുത്തിട്ടുള്ള പരാതി പിൻവലിക്കണം എന്നാണ് ശിവൻ ശരണ്യോട് ആവശ്യപ്പെട്ടത്. അതിനു വേണ്ടിയിട്ട് എത്ര രൂപ വേണമെങ്കിലും തരാമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ ആവശ്യം അംഗീകരിക്കാൻ ഒട്ടും തന്നെ കൂട്ടാക്കിയില്ല ശരണ്യ തന്നെ എന്നിട്ട് ഹരിയുമായുള്ള കാര്യങ്ങളെല്ലാം പറയുക കേട്ടോ. കാരണം അവനെ ഞാൻ അത്രത്തോളം വിശ്വസിച്ചായിരുന്നു, അവനുമായിട്ട് 1 വർഷത്തിലധികമായിട്ട് ഞാൻ പ്രേമത്തിലായിരുന്നു, എന്നിട്ട് അവൻ എന്നെ ഇങ്ങനെ ചതിച്ചേ, അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവനോട് പൊറുക്കില്ല. അവൻ മാത്രമല്ല, അവൻ എന്നിട്ട് അവൻ്റെ കൂട്ടുകാരെയും ഞാൻ അവനെ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും അവൻ എന്നെ ചതിക്കുകയല്ലായിരുന്നോ, അതുകൊണ്ട് ഞാൻ അവനോട് ഒരിക്കലും പൊറുക്കുകയില്ല, അതുകൊണ്ട് അവൻ ആ ജയിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്നൊക്കെ പറയുകയാണ് നമ്മുടെ ശരണ്യ. അങ്ങനെ പൈസ കൊടുത്ത് സ്വാധീനിക്കാനായിട്ട് അവർ ചെന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്നിരുന്ന ജനങ്ങൾ പരസ്പരം പറഞ്ഞ് അത് വലിയ ന്യൂസ് ആവുന്നുണ്ട് കേട്ടോ. അവസാനം അതും ഒരു പത്രവാർത്തയാവുകയാണ്. പ്രതിയുടെ അച്ഛനും അമ്മയും കൂടെ പീഡിപ്പിക്കപ്പെട്ട പെങ്കൊച്ചിന് പൈസ കൊടുത്ത് കേസ് ഒതുക്കി തീർക്കാൻ നോക്കി എന്നുള്ളൊരു വാർത്ത പിറ്റേ ദിവസം തന്നെ പത്രത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് പിന്നെയും വലിയൊരു വിഷയത്തിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. ആകെ മൊത്തത്തിൽ ഭയങ്കര വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. ഈ കമലയുടെ ബുദ്ധിയിൽ ഉദിച്ച കാര്യമല്ലേ ഈ പൈസ കൊടുത്ത് ഒതുക്കാൻ നോക്കിയത്. എന്തായാലും അത് വലിയൊരു തിരിച്ചടിയായിട്ട് അവർക്ക് തന്നെ കിട്ടുകയും ചെയ്തു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്